പര്യന്ത വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും നമസ്തേ. എൻ്റെ പേര് അനഘ. ഞാൻ വരുന്നത് ശ്രീകൃഷ്ണ സനാതന ധർമ്മ പാഠശാല കടുങ്ങാത്തുകണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇന്നിവിടെ അമ്പലക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഒരു മഹോത്സവം നടക്കുകയാണ്. ഈ കുടുംബക്ഷേത്രത്തിൽ മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുടുംബക്ഷേത്ര മാഹാത്മ്യം എന്ന വിഷയത്തിന് മേൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്തിനാണ് നമ്മുടെ കുടുംബക്ഷേത്രം? നമ്മുടെ കുടുംബക്ഷേത്രം എന്തിനാന്ന് വെച്ചാൽ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കുടുംബക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഓരോ കുല ദേവതമാരുണ്ടാവും, അതായത് ഓരോ മൂർത്തികൾ. കേരളത്തിൽ 90% ദേവീ സങ്കല്പം, ഭദ്രകാളി സങ്കല്പമാണ് ദൈവപ്രതിഷ്ഠയായിട്ടുള്ളത്, കുലദേവതയായിട്ടുള്ളത്. കുലദേവത എന്ന് പറഞ്ഞാൽ കുലം എന്ന് പറഞ്ഞാൽ ഈ പാരമ്പര്യത്തെ ഊന്നി ജീവിക്കുന്നതിനെയാണ് കുലം, കുടുംബത്തെ ആണ് നമ്മൾ കുലം എന്ന് പറയാം. ദേവത എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ ഐശ്വര്യത്തോടു കൂടി സംരക്ഷിക്കുന്ന ആ ദൈവപ്രതിഷ്ഠയെയാണ് നമ്മൾ ദേവത എന്ന് പറയാം. അപ്പോൾ ആ ദേവതയെ നമ്മൾ നല്ലപോലെ കാത്തു സൂക്ഷിക്കുകയും നല്ലപോലെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്താലേ നമുക്ക് അതുപോലെ ആ ദേവത നമ്മളെ ഐശ്വര്യത്തോടു കൂടി കാത്തു സൂക്ഷിക്കുള്ളൂ. അതായത് നമ്മൾ ആ ദേവതയും തമ്മിൽ, ആ മൂർത്തിയും തമ്മിൽ, അമ്മയുമായി ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അമ്മയെ നല്ലപോലെ കാത്തു സൂക്ഷിക്കണം, സംരക്ഷിച്ചു കൊള്ളാം. പകരം അമ്മ എന്നെ ഐശ്വര്യങ്ങളും എല്ലാം തന്ന് സംരക്ഷിക്കണം എന്നാണ് ആ കോൺട്രാക്റ്റ്. അമ്മ അത് നല്ലപോലെ, അതിൽ നിന്ന് പിരിയാതെ അകന്നു പോവാതെ അമ്മ നല്ലപോലെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് അകന്നു പോകുന്നു. അതായത് ഇപ്പോൾ ഒരു ഉത്സവ പറമ്പിൽ പോവുകയാണെങ്കിൽ അമ്മമാര് കുട്ടികളുടെ കൈ നല്ല മുറുക്കി പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ കളിപ്പാട്ടങ്ങളെല്ലാം കാണുമ്പോൾ കുട്ടികൾ അതിൻ്റെ ഇതിൽ കണ്ടിട്ട് അമ്മയുടെ കൈ എങ്ങനെയെങ്കിലും അമ്മയുടെ കയ്യിൽ നിന്ന് വിട്ടിട്ട് അങ്ങോട്ട് പോകും. അതായത് ആ കളിപ്പാട്ടങ്ങൾ കുട്ടിയിൽ ആകർഷണം ചെലുത്തുകയാണ്. ആ കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മായയാണ്, ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിക്കുന്നതിനാണ് മായ എന്ന് പറയാം. അപ്പോൾ ആ കളിപ്പാട്ടങ്ങൾ കുട്ടിയിൽ മായയെ ഉണർത്തുകയാണ്. ഭഗവാന്റെയാണ് മായ, എന്നാലും ആ മായയെ നമ്മളിൽ നിന്ന് അകറ്റാൻ നല്ല പണിയാണ്. അതിനുവേണ്ടി നമ്മൾ ജ്ഞാനം നേടണം. അപ്പോൾ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് നമ്മൾ അകന്നു പോരാൻ കാരണം നമ്മളെല്ലാവരും മായയിൽ പെട്ട് കിടക്കുകയാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ ജ്ഞാനം നേടി നമ്മൾ ആ മായയെ നമ്മൾ അകറ്റണം. എന്നിട്ടാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുക. അപ്പോൾ ആ മായയെ അകറ്റാൻ ജ്ഞാനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ ധർമ്മ പാഠശാലകളും ഇങ്ങനെ ഓരോ സത്സംഗങ്ങളും, ഇതിപ്പോൾ ഒരു സത്സംഗമാണ്. അപ്പോൾ ഇങ്ങനെ പ്രഭാഷണ വേദികളിലെല്ലാം പോയി കേൾക്കുക, ശ്രദ്ധയോടെ, മാഷ് പറഞ്ഞ പോലെ ശ്രദ്ധയോടെ നമ്മൾ കേട്ട് അതിനെ നമ്മുടെ മനസ്സിലേക്ക് മനനം ചെയ്തെടുക്കുക. അതിനെ ഡെവലപ്പ് ചെയ്ത് കൂട്ടി കൊണ്ട് നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് ആ മായയിൽ നിന്ന് നമുക്ക് അകന്നു പോരാം. ഉള്ളത് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ കുടുംബങ്ങളും അണുകുടുംബങ്ങളാണ്, ചെറിയ കുടുംബങ്ങളാണ്. അതായത് പണ്ട് കാലത്ത് കുടുംബങ്ങളൊക്കെ കൂട്ടുകുടുംബമാണ്. ഒരു കുടുംബത്തിൽ മിനിമം ചുരുങ്ങിയത് ഒരു 10-20 പേര് ഉണ്ടാവും. പക്ഷെ ഇപ്പം അത് 1, 2, 3 അങ്ങനെ കുറഞ്ഞു വന്ന് കുടുംബം ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുടുംബം ശിഥിലമായിക്കൊണ്ടിരിക്കുക, ഐക്യമില്ലാതാവുക, കുടുംബത്തിന് തകർച്ച വരിക, ഇതിനൊക്കെ കാരണം അറിവില്ലായ്മയാണ്. അറിവില്ലായ്മയും പിന്നെ നമ്മുടെ സ്വാർത്ഥതയൊക്കെയാണ് കാരണം. അപ്പോൾ നമ്മൾ ഈ സ്വാർത്ഥതയിലൂടെ നമ്മൾ ഭോഗത്തിന് പിന്നാലെയാണ് പോകുന്നത്, ജ്ഞാനത്തിൻ്റെ പിന്നാലെയാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ഇങ്ങനെ പോകേണ്ടതിന് നമ്മൾ വളഞ്ഞ് ഭോഗത്തിന് പിന്നാലെ അങ്ങനെ പോവുകയാണ്. ഭോഗം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം നമുക്കിങ്ങനെ സുഖിക്കുക, ഭോഗത്തിനായിക്കൊണ്ട്
കാമിക്കയും വേണ്ട, ഭോഗം വിധിവൃതം വർദ്ധിക്കയും വേണ്ട. രാമായണത്തിലെ ഒരു വരിയാണ്. അതായത് ഭോഗത്തിനായി നമ്മൾ കൂടുതൽ സുഖിക്കാൻ വേണ്ടി പോകരുത്. അത് നമുക്ക് വിധിച്ചിട്ട് ഉള്ള അത്ര ആ സുഖം നമുക്ക് കിട്ടും. അത് നമ്മൾ ജ്ഞാനം നേടി കഴിഞ്ഞാൽ